ഇത്തവണ യഥാർത്ഥത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരു മന്ത്രിയാണ് വെച്ചത്. അവർക്ക് ആ ഭരണപരമായ പരിചയമില്ല, ആരോഗ്യവകുപ്പിനെ കുറിച്ച് പ്രത്യേക പരിചയമില്ല, മാധ്യമപ്രവർത്തനം കൊണ്ട് എല്ലാ ലോകകാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ ഭരണപരമായിട്ടുള്ള പരിചയമില്ലാത്ത ഒരാളെ അവിടെ വച്ചത് തന്നെ ശരിയല്ല. രണ്ടാമത് ഈ വിഷയത്തിനകത്ത് അവരുടെ ഇടപെട്ട രീതി ഉണ്ടല്ലോ, ആ ഇടപെട്ട രീതിയും അത് അവരുടെ പ്രതികരണവും അവർക്ക് എങ്ങനെയാണ് അറിയാൻ അതിനകത്ത് ആരുമില്ല എന്ന്? അത് നോക്കിയതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു കെട്ടിടം വീണ് കഴിഞ്ഞാൽ കെട്ടിടത്തിനകത്ത് ആരുമില്ല, വട്ടിയോ പൂച്ചയോ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. ശ്രീ എൻ പി ചെക്കുട്ടി ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു. കേരളത്തിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് ഒരു ആശുപത്രി കെട്ടിടം, അതൊരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീഴുക, അതിനുള്ളിൽ ഒരു മരണം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രതിഷേധം ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളമല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അത് ആഭാസകരമായ പ്രതിഷേധമാണ് എന്ന് പ്രതിരോധിക്കാനുള്ള അവകാശം അതിന്റെ പേരിൽ ആരോപണം കേൾക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം എടുത്തൊരു ഡോക്ടർ തന്നെ ഉന്നയിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. മെഡിക്കൽ കോളേജിന്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് DME പറഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നമുണ്ടായി, അവിടെ അപകടമുണ്ടായ സമയത്ത് അവിടെ മന്ത്രിമാരുണ്ടാകുന്നുണ്ട്. മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ആദ്യ പ്രതികരണം അവിടെ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ലഭിച്ച വിവരമാണ് എന്നുള്ളതാണ് ഇത് പറയുന്നത്. അവർക്ക് ലഭിക്കുന്ന വിവരം ആധികാരികമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി അങ്ങനെ ആധികാരികമായിട്ടല്ല എങ്കിൽ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നതാണ്, അവിടെ ആളുകൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ കൃത്യമായ, അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് അടക്കമുള്ളവരുണ്ട്. മെഡിക്കൽ കോളേജിൽ ആശാസ്യമായതോ അനാശാസ്യമായതോ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതോ ഈ അതിക്രമിച്ചു കയറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനുള്ള സംവിധാനം കൂടി അവിടെയുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാത്തൊരു സംവിധാനം മുകളിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ അറിയുന്നില്ല എങ്കിൽ അതിനുള്ള മറുപടി പറയണം എന്ന് മറ്റുള്ളവർ പറയുക, പ്രത്യേകിച്ചും പ്രതിപക്ഷം പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ സർക്കാർ ആശുപത്രികൾ ജനങ്ങളുടെ പണം കൊണ്ട്, നികുതി പണം കൊണ്ട് നടത്തുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നികുതി നൽകുന്ന ജനങ്ങളാണുള്ളത്. അവർക്ക് സർക്കാരിനെ പറ്റി, സർക്കാർ സംവിധാനം ചലിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ചലിക്കാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ ജനങ്ങളുടെ ആ അഭിപ്രായങ്ങളാണ് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, പ്രതിപക്ഷമായാലും ശരി മാധ്യമങ്ങളായാലും ശരി, വളരെ കൃത്യമായിട്ട് അത് പറയുന്നത് പിന്നെ മറ്റ് ദുസ്സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവരെ എന്താ പറയുക, വളരെ മോശമായി ചിത്രീകരിക്കുന്നത് വഴി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ജനാധിപത്യത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്, പൊതുപ്രവർത്തകർക്കുണ്ട്, സാധാരണ ജനങ്ങൾക്കുണ്ട്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഇവിടെയുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പ് പോലുള്ള വകുപ്പുകൾ നിങ്ങൾ നോക്കൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ VM സുധീരൻ മുതൽ KK ശൈലജ വരെ വളരെ സീനിയർ ആയിട്ടുള്ള, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ആരോഗ്യ വകുപ്പ് പൊതുവിൽ കേരളത്തിൽ ഭരിച്ചു വന്നിട്ടുള്ളത്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നമ്മുടെ വിദ്യാഭ്യാസമായാലും ശരി, ആരോഗ്യമായാലും ശരി, അത്തരം മേഖലകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഭിമാന സ്തംഭങ്ങളാണ്. മാത്രമല്ല കേരളം വരെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആരോഗ്യരംഗത്ത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധ നടത്തിയിട്ടില്ലെങ്കിൽ വലിയ ആപത്തുകളുണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെ എല്ലായ്പ്പോഴും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ നൽകുന്ന കേന്ദ്രങ്ങളിലൊന്ന് ആരോഗ്യവകുപ്പാണ്. ഇപ്പം എന്താ ഉണ്ടായത്? ഇത്തവണ യഥാർത്ഥത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരു മന്ത്രിയാണ് വെച്ചത്. അവർക്ക് ആ ഭരണപരമായ പരിചയമില്ല, ആരോഗ്യവകുപ്പിനെ കുറിച്ച് പ്രത്യേക പരിചയമില്ല, മാധ്യമപ്രവർത്തനം കൊണ്ട് എല്ലാ ലോകകാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലാതെ ഭരണപരമായിട്ടുള്ള പരിചയമില്ലാത്ത ഒരാളെ അവിടെ വച്ചത് തന്നെ ശരിയല്ല. രണ്ടാമത് ഈ വിഷയത്തിനകത്ത് അവരുടെ ഇടപെട്ട രീതി ഉണ്ടല്ലോ, ആ ഇടപെട്ട രീതിയും അത് അവരുടെ പ്രതികരണവും അവർക്ക് എങ്ങനെയാണ് അറിയാൻ അതിനകത്ത് ആരുമില്ല എന്ന്? അത് നോക്കിയതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു കെട്ടിടം വീണ് കഴിഞ്ഞാൽ കെട്ടിടത്തിനകത്ത് ആരുമില്ല, വട്ടിയോ പൂച്ചയോ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഉത്തരവാദിത്തമുള്ള ആളുകൾ അതിനകത്ത് പരിശോധിച്ചതിന് ശേഷം ഇല്ല എന്ന് ഉറപ്പിക്കാം. അങ്ങനെയല്ലാതെ ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് ചാടി കയറിയിട്ട് ആളില്ല എന്ന് പറയുന്നതൊക്കെ തീർത്തും എന്താ പറയുക, തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്, ഉത്തരവാദിത്ത രാഹിത്യമാണ്, സൂക്ഷ്മത കുറവാണ്. കാരണം ആശുപത്രി സൂപ്രണ്ട് അത്തരത്തിലുള്ള വിവരമാണ് ലഭ്യമാക്കിയിരുന്നത്. അത് അദ്ദേഹം തന്നെ ഏറ്റുപറയുകയും ചെയ്യുകയാണ് പിന്നീട്. കാരണം അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ല, അങ്ങനെ പറയുക മാത്രമേ വഴിയുള്ളൂ. പക്ഷെ അപ്പോഴും അതിനുശേഷവും അതൊരു തെറ്റായ വിവരമായിരുന്നു, അത് പങ്കുവെക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായത് എന്നുള്ളത് പരിശോധിക്കും എന്നൊന്നുമില്ല. അല്ല, അത് പറയേണ്ടത് ആരാണ്? മന്ത്രിയാണോ? മന്ത്രി അവിടെ പോയി നോക്കിയിട്ടുണ്ടോ? മന്ത്രി അവിടെ പോയി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മന്ത്രി പറയാം. അല്ലെങ്കിൽ അത് പറയേണ്ട ആള് സൂപ്രണ്ടാണ്, സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ആളുകളാണ്. അല്ലാണ്ട് മന്ത്രി അവിടുത്തെ സൂപ്രണ്ട് അല്ലല്ലോ, മന്ത്രി അവിടെ സെക്യൂരിറ്റി ഗാർഡ് അല്ലല്ലോ. മന്ത്രിയെ സംബന്ധിച്ച നയപരമായ കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങളിലല്ല അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ഇടപെടേണ്ട കാര്യം എന്തോ ഉള്ളത്. മന്ത്രിയുടെ ചുമതല എന്താണ്?
യഥാർത്ഥത്തിൽ മന്ത്രി എന്ന് പറയുന്ന ആള് പിന്നെ അവിടെ പോയിട്ട് കെട്ടിടത്തിനകത്ത് പോയിട്ട് ഒളിഞ്ഞു നോക്കിയിട്ട് അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാനാണോ മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? മന്ത്രിയാണോ ഇത്തരം കാര്യങ്ങൾ? യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ചുമതലയുണ്ട്. ഭരണപരമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തങ്ങളാരും അവരെന്നെ ചെയ്യണം. അത് അല്ലെങ്കിൽ പറയാം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ എന്താ പറയുക, ഒരു തരത്തിലുള്ള പരിചയക്കുറവ്, ഒരു തരത്തിലുള്ള സൂക്ഷ്മതക്കുറവ് കൃത്യമായിട്ട് ഈ മന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ട്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കും, ജനങ്ങൾ ശക്തമായിട്ട് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ അവർ വിളിച്ചു വരുത്തിയതാണ്. കാരണം അവർ ഈ കാര്യത്തിൽ ഇടപെട്ട രീതി പൊതുവിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന്, എക്സ്പീരിയൻസ് ഉള്ള ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആ തരത്തിലല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, പൊതുനേതാക്കൾ കാര്യങ്ങളോട് ഇടപെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഇത്ര കടുത്ത ഒരു പ്രതിഷേധം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്ര ആക്സിഡൻസ് ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര കടുത്ത പ്രതിഷേധം വരാൻ കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ആ ഒരു നയ വൈകല്യമാണ്, ഒരു തരത്തിലുള്ള സൂക്ഷ്മതക്കുറവാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയുമില്ല എന്ന മട്ടിലുള്ള, അതാണ് പ്രധാനപ്പെട്ട ജനജീവിതത്തിന്, സാധാരണ മനുഷ്യ ജീവന് ഒരു വിലയും അവർ കൽപ്പിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്ന വിധമുള്ള പ്രതികരണങ്ങളാണ് വന്നത്. അതിന്റെ പ്രതികരണമാണ് ഇപ്പൊ നാട്ടുകാർ കാണിക്കുന്നത്. അത് അവർ വിളിച്ചു വരുത്തിയൊരു പ്രതികരണമാണ്.